ജാതി സിദ്ധാർത്ഥിന്റെ ജാതി പറഞ്ഞ അന്തിച്ചർച്ച നടത്തുന്ന വേട്ടാവളിയന്മാർ ചാനലുകാരുണ്ട്. അവരോടും കൂടി പറയാം, അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്നുള്ള ഈ നയം നിങ്ങൾ അവസാനിപ്പിക്കണം. ജാതി പറഞ്ഞ അവസാനം ജാതിയുടെ പേര് പറഞ്ഞ് ഒരു അന്തിച്ചർച്ച, ഒരു അടുപ്പ് കൂട്ടി ചർച്ച നിങ്ങൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. അത് നടപ്പാക്കുന്നു. എന്തിനാണ് ഇതെല്ലാം? അവസാനം ഈ കൊലപാതകം ഒരു ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ ജാതിപ്പോര് എന്നുള്ള തലക്കെട്ടിൽ ഇത്തരത്തിൽ രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഉയരുകയാണ്. കർമ്മ ബ്രേക്കിംഗ് പുറത്തുവരികയാണ്. സിദ്ധാർത്ഥിനെ മലമുകളിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തി. മലമുകളിലേക്ക് കൊണ്ടുപോയത് കോളേജിന് പുറത്തു നിന്നുള്ളവരാണോ? മലമുകളിലേക്ക് വലിച്ചിഴച്ചത് ആരൊക്കെ? യഥാർത്ഥ കൊലപാതകികൾ വയനാട്ടിൽ നിന്നും കേരള അതിർത്തി വിട്ടതായി സൂചനകൾ പുറത്തുവരികയാണ്. വൻ വെളിപ്പെടുത്തലുകളുമായി കർമ്മ ന്യൂസ് ബ്രേക്കിംഗിലേക്ക്. വയനാട്ടിലെ സിദ്ധാർത്ഥിന്റെ മരണം എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന മുറവിളി ഉയരുവാനുള്ള കാരണം, അതാണ് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് മുമ്പിൽ കർമ്മ ന്യൂസ് എത്തിക്കുന്നത്. പ്രധാനമായും സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തുവാൻ കൂട്ടുനിന്നത് പോലീസ് ഉദ്യോഗസ്ഥയുടെ കുടുംബമാണ് എന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ വലിയ തോതിലുള്ള ആരോപണം ഉയർത്തിയത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ്. അദ്ദേഹം പറയുന്നത് സംസ്ഥാന പോലീസ് ഇടപെട്ട് നടത്തിയ വലിയ ഒരു ക്രിമിനൽ ഒഫൻസാണ് ഇത്. സംസ്ഥാന പോലീസിന് ഇതിനകത്ത് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ നാരായ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സംസ്ഥാന പോലീസ് മടിക്കുന്നു. സംസ്ഥാന പോലീസ് ഇടപെട്ട് നടത്തിയ, അറിവോടെ നടത്തിയ ഒരു ക്രൂരകൃത്യം എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. സംസ്ഥാന പോലീസ് സർവീസിലുള്ള ഒരു വനിതയുടെ മകളെ കൊണ്ട് തന്നെയാണ് പരാതി കൊടുപ്പിച്ചിരിക്കുന്നത്. അതാണ് ഈ കേസിലെ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ വളരെ ശക്തമാണെന്നുള്ളത്. പോലീസിലെ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളെ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മകളെ കൊണ്ട് തന്നെയാണ് മരണത്തിന് ശേഷം ഇങ്ങനെ ഒരു പരാതി പോലും കൊടുപ്പിച്ചിരിക്കുന്നത്. വെൽ പ്ലാൻഡ് നീക്കമാണ് നടന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുന്നിൻ മുകളിലേക്ക് സിദ്ധാർത്ഥിനെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഈ കുന്നിൻ മുകൾ, കോളേജിന് സമീപത്തുള്ള കുന്നിൻ മുകളിലേക്ക് സിദ്ധാർത്ഥിനെ കൊണ്ടുപോയതിൽ ഈ കൊലയാളികൾക്കും മർദ്ദിച്ചവർക്കുമായിട്ടുള്ള എത്ര പേർക്കറിയാം? ഈ മർദ്ദിച്ചവരും ഈ കൊലക്കേസിൽ ഉൾപ്പെട്ടവരും ഒക്കെ ഇപ്പോൾ ഈ കൃത്യം കഴിഞ്ഞ് അല്ലെങ്കിൽ ക്രൂരമായ മർദ്ദനം കഴിഞ്ഞ് പലരും വീടുകളിലേക്ക് അന്ന് രാത്രിക്ക് പോയിരുന്നു. മറ്റ് സ്ഥലങ്ങളിലേക്ക് വിശ്രമിക്കാനും അവരുടെ കേന്ദ്രങ്ങളിലേക്കും ഹോസ്റ്റലിലേക്കും പോയിരുന്നു. ഈ സമയത്ത് സിദ്ധാർത്ഥിനെ ക്രൂരമായ വന്യമായ ശത്രുക്കളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയത് ആരാണ്? സിദ്ധാർത്ഥിനെ വലിച്ചിഴച്ച് സമീപത്തെ കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ച് കൊല്ലാക്കൊല ചെയ്തു എന്ന് സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു കർമ്മ ന്യൂസിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വ്യക്തമായിട്ടുള്ള തെളിവും കാര്യങ്ങളും ഉണ്ട്. നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ നിഷേധിക്കുന്നവർക്കെതിരെ ഈ തെളിവുകൾ ഉന്നയിച്ച് അവർ കൂടി പ്രതികളാകും. എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാണ്. ഇത് ഒരു സുകുമാരക്കുറുപ്പിന്റെയോ അല്ലെങ്കിൽ രാജൻ കേസിന്റെയോ ഒക്കെ അവസ്ഥ പോലെ തുമ്പില്ല കേസ്, അഭയ കേസ് പോലെ തുമ്പില്ല കേസായി പതിറ്റാണ്ടുകൾ നീളും എന്നുള്ള വിചാരമൊന്നും വേണ്ട. എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിൽ ഭദ്രവും ഉറപ്പോടും കൂടി ഉണ്ട് എന്ന് സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു തന്നെ പറയുകയാണ്. കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയി SFIക്കാർ ആക്രമിച്ച് മൃതപ്രായനാക്കിയ ക്യാമ്പസിൽ അവശനായിട്ട് കിടന്ന ഈ കുട്ടിയെ സമീപത്തെ കുന്നിൻ മുകളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയത് ആരൊക്കെയാണ്? ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഈ കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയ സംഘം, അവരുടെ വിവരങ്ങൾ പുറത്തു വരണം. കേരള സമൂഹം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കൊലപാതകം തന്നെയായിരിക്കും. ഇത് LDFന് ഗുണം ചെയ്യുമോ, UDFന് ഗുണം ചെയ്യുമോ, BJPക്ക് ഗുണം ചെയ്യുമോ ഒന്നുമല്ല. നമ്മളുടെ നാട്ടിലെ കുട്ടികളെ, നമ്മളുടെ നാടിനെ ഇത്തരത്തിലുള്ള ഭീകര കൃത്യങ്ങളുടെ കേന്ദ്രമാക്കുന്ന അവർ ആരൊക്കെ തന്നെയാണെങ്കിലും അവരൊക്കെ പുറത്തു വരണം. അതുകൊണ്ട് തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിശബ്ദരാണ്. അവർ ഒരു കരുതലോടുകൂടി തന്നെയാണ് ഇത്തരം കേസുകളിൽ കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഇതിന്റെ സത്യം പുറത്തു വന്നാൽ തിരിച്ചടി ഉണ്ടാകുമോ? ഞങ്ങൾ പൂവിട്ട് പൂജിക്കുന്ന ചില മഹാമാന്യന്മാരും ചില തീവ്രവാദികളും ഒക്കെ ഈ കേസിനകത്ത് ഉൾപ്പെടുമോ എന്നൊക്കെ അവർ ഭയപ്പെടുകയാണ്. കുന്നിൻ മുകളിൽ സിദ്ധാർത്ഥിനെ കൊണ്ടുപോയി വലിച്ചിഴച്ചു കൊണ്ടുപോയി മൃതപ്രായരാക്കിയത് ആരൊക്കെയാണ്? അവിടെ വെച്ചാണ് കൊലപാതകം നടന്നത് എന്നും അവിടെ നിന്ന് കൊണ്ടുവന്നതിന് ശേഷമാണ് കെട്ടിത്തൂക്കിയത് എന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ വരികയാണ്.
പറയുകയാണ് SFIക്കാർ മാത്രമല്ല ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. കുന്നിൻ മുകളിൽ കയറിയവർക്ക് ഇതിനകത്ത് നിർണായകമായ പങ്കുണ്ട് എന്ന് അമ്മാവനായിട്ടുള്ള ഷിബു പറയുകയാണ്. SFIക്കാർക്ക് കൊല്ലണമെങ്കിൽ അവർക്ക് ക്യാമ്പസിലിട്ട് തല്ലിക്കൊല്ലാമായിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ SFIക്കാർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ കൊല്ലാക്കൊല ചെയ്തിട്ട ശേഷം മൃതപ്രായനായ ഈ കുട്ടിയെ കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെയിട്ടും കൊലപ്പെടുത്തിയ അത് അത്രമാത്രം വൈരാഗ്യം ആർക്കായിരുന്നു സിദ്ധാർത്ഥിനോട് പ്രതികാരവും പ്രതിഷേധവും വൈരാഗ്യം ഉണ്ടായിരുന്നു. അതൊക്കെ വ്യക്തമാണ്, എല്ലാം വളരെ വ്യക്തമാണ്. സിദ്ധാർത്ഥിനെതിരെ കേസ് കൊടുത്തതാരാണ്? സിദ്ധാർത്ഥിനെതിരെ വൈരാഗ്യമുള്ളവരാരാണ്? സിദ്ധാർത്ഥിനോട് പ്രതികാരമുള്ളവരാരാണ്? അവരിലേക്ക് അന്വേഷണം നീങ്ങണം. അവരെ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും അന്വേഷിക്കുവാനും കേരള പോലീസിന് സാധിക്കില്ല. കാരണം കേരള പോലീസ് ഈ കുറ്റകൃത്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. കേരള പോലീസിന്റെ ചിലർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള പ്രസ്താവനകളും നിരീക്ഷണങ്ങളും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. NIA ഇതിന്റെ തീവ്രവാദ സംഭവവും ഭീകരവാദ സംഭവവുമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ഈ കേസിൽ PFIക്കാരുടെ ഇടപെടലുണ്ട് എന്ന് പറഞ്ഞത് ഗവർണറാണ്. ഗവർണർ വെറുതെ പറയുകയല്ല, വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഗവർണർ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ NIAയും CBIയും സംയുക്തമായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസിലെ സത്യം പുറത്തു വരികയുള്ളൂ. കാരണം പ്രതിക്കൂട്ടിൽ കേരള പോലീസ് അടക്കം നിൽക്കുകയാണ്. കേരള പോലീസിന്റെ ആളുകൾ അടക്കം ഈ സിദ്ധാർത്ഥിനോട് പ്രതികാര മനോഭാവമുള്ളവരുടെ പട്ടികയിൽ ഉണ്ട് എന്നിരിക്കെ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള നിർണായകമായിട്ടുള്ള ആവശ്യങ്ങൾ സമൂഹത്തിൽ ഉയരുന്നതിനെ നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല. എന്തു ശിക്ഷയായിരുന്നു കുന്നിൻ മുകളിലും വാട്ടർ ടാങ്കിലും വെച്ച് സിദ്ധാർത്ഥിന് നൽകിയത്? മരണകാരണമായ മുറിവ് തലയ്ക്ക് കീഴെ കഴുത്തിലായിരുന്നു എന്നതും ദുരൂഹമാണ്. കഴുത്തിൽ ആണ് ദുരൂഹതമായിട്ടുള്ള മുറിവ്, ഏറ്റവും കാരണമായിട്ടുള്ള മുറിവ് കഴുത്ത് ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിന്റെ സൂചനകൾ ഒരുപാട് ദുരൂഹതകൾ നൽകുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ ഒരുപാട് കരയിപ്പിച്ച, കേരളത്തിലെ മനുഷ്യസ്നേഹികളെ ഒരുപാട് ചർച്ച ചെയ്യിപ്പിച്ച രാജൻ കേസിന് സമാനമാണ് ഇപ്പോൾ ഈ കേസും സിദ്ധാർത്ഥിന്റെ കേസും. രാജൻ എങ്ങനെ മരിച്ചു? രാജന്റെ മൃതദേഹം എങ്ങനെ നശിപ്പിച്ചു? എത്തരം രീതിയിലായിരുന്നു രാജനെ കൊലപ്പെടുത്തിയത്? രാജനെ വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി അത് രാജന്റെ അസ്ഥികൂടം വരെ കിട്ടാത്ത രീതിയിൽ പഞ്ചസാരയിലിട്ട് ചുട്ട് കരിച്ചു. അത്തരം രീതിയിൽ പഞ്ചസാരയിലിട്ട് കരിച്ചു കളഞ്ഞ അസ്ഥി പോലും ഉരുകിപ്പോകുന്ന പ്ലാസ്റ്റിക് പോലെ തീ പോലെ ഉരുകിപ്പോകുന്ന ഒരു വലിയ ഒരു ദാരുണമായിട്ടുള്ള സംഭവമായിരുന്നു. മൃതദേഹം എങ്ങനെ മരിച്ചു, എവിടെ വെച്ച് മരിച്ചു എന്നെങ്കിലും പറയൂ. ഒരു രാജന്റെ അവശിഷ്ടത്തിന്റെ ഒരു ഭാഗമെങ്കിലും ഞങ്ങൾക്ക് അവസാന ക്രിയകൾ ചെയ്യുവാൻ തരൂ, പൂജകൾ ചെയ്യുവാൻ, മരണാനന്തര ക്രിയകൾ ചെയ്യുവാൻ തരൂ എന്ന് ഈശ്വര വാര്യർ കരഞ്ഞ് അന്നത്തെ ഈ കരുണാകരൻ സർക്കാരിനോടും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോടും പോലീസ് മേധാവികളോടും ഒക്കെ കരഞ്ഞപേക്ഷിച്ചിട്ടും അവർ നിശബ്ദരായിരുന്നു. രാജൻ എങ്ങനെ മരിച്ചു, രാജനെ എത്തരത്തിൽ കൊലപ്പെടുത്തി, ഇന്നും സത്യസന്ധമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലും ഇന്നും പുറത്തു വന്നിട്ടില്ല. അതുപോലെ തന്നെ എങ്ങനെയാണ് സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയത്, എന്താണ് കൊലപാതകത്തിന്റെ കാരണം, ആരൊക്കെയാണ് കൊലപ്പെടുത്തുവാൻ കൂട്ടുന്നത് എന്നൊന്നും ഈ പ്രതികൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് എല്ലാ കേസിലും കേരള പോലീസ് പത്രസമ്മേളനം നടത്തി പ്രതികളുടെ മൊഴികൾ പുറത്തുവിടാറുണ്ട്? എന്തുകൊണ്ട് DGPക്കും അതുപോലെ തന്നെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ പ്രതികളിൽ നിന്ന് കിട്ടിയ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പൊതുസമൂഹത്തോട് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഒരു കേസ് പോലീസ് അന്വേഷിച്ച് തെളിയിപ്പിച്ചാൽ പോരാ, പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെടണം. പൊതുസമൂഹത്തിൽ നിരവധി തെളിവുകളും സാഹചര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട നിരവധി കണ്ടെത്തലുകളും പച്ച പരമാർത്ഥം പോലെ നിൽക്കുമ്പോൾ പോലീസ് കണ്ടെത്തിയ തെളിവുകളും പോലീസിന് കിട്ടിയ വിവരങ്ങളും പൊതുസമൂഹത്തിനോട് പങ്കുവയ്ക്കുവാൻ പോലീസിന് ബാധ്യതയുണ്ട്. കാരണം പോലീസിന് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ, ഒരു അന്വേഷണവും അത് സത്യസന്ധമാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണം. നിരവധി ചോദ്യങ്ങളും ഉത്തരങ്ങളും ദുരൂഹതകളും ഒക്കെ നിൽക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമാദമായിട്ടുള്ള ഈ സന്ദർഭത്തിലെ കേസിൽ പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ, എങ്ങനെയാണ് ഈ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയത്, പ്രതികൾ എന്തൊക്കെയാണ് ചെയ്തത്, പ്രതികളുടെ മൊഴിയിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടിയിരിക്കുന്നത് എന്നൊന്നും പോലീസ് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല. ഇതിൽ തന്നെ ദുരൂഹതയുണ്ട്. എന്തുകൊണ്ട് ഈ സംഭവത്തിൽ പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ പോലീസ് പൊതുസമൂഹത്തോട് പറയുന്നില്ല? അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു പരിധിവരെ ഏതോ അടപ്പിട്ട് മൂടിവെക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്.
ഞങ്ങളെ ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ വിളിച്ച് തുറന്നടിച്ച് പൊതുസമൂഹത്തോട് പറയുമ്പോൾ ഞങ്ങളെ ചീത്ത പറയുകയും തെറി പറയുകയും ഞങ്ങളുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഒന്നേ പറയുവാനുള്ളൂ, നീതിയെയും സത്യത്തെയും മറയ്ക്കുവാൻ സാധിക്കുകയില്ല. മതവും ജാതിയും ഒന്നുമല്ല ഇതിനകത്ത് വിഷയം. ഇതിനിടെ ജാതി, സിദ്ധാർത്ഥിന്റെ ജാതി പറഞ്ഞ അന്തിച്ചർച്ച നടത്തുന്ന വേട്ടാവളിയന്മാർ ചാനലുകാരുണ്ട്. അവരോടും കൂടി പറയാം, അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്നുള്ള ഈ നയം നിങ്ങൾ അവസാനിപ്പിക്കണം. ജാതി പറഞ്ഞ അവസാനം ജാതിയുടെ പേര് പറഞ്ഞ് ഒരു അന്തിച്ചർച്ച, ഒരു അടുപ്പ് കൂട്ടി ചർച്ച നിങ്ങൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞു, അത് നടപ്പാക്കുന്നു. എന്തിനാണ് ഇതെല്ലാം? അവസാനം ഈ കൊലപാതകം ഒരു ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ ജാതിപ്പോര് എന്നുള്ള തലക്കെട്ടിൽ ഇത്തരത്തിൽ രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഉയരുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ കേരള പോലീസ് കേസെടുക്കുവാൻ തയ്യാറാകുമോ? സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെയും അവരുടെ മകളുടെയും പേര്, അവർക്ക് മാത്രമാണ് ഈ സിദ്ധാർത്ഥിനോട് വൈരാഗ്യം എന്ന് വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു കേസ് ഇത്തരത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ മരിച്ച ആൾക്ക് ആരോടാണ് പ്രതികാരം, ആരാണ് കൊല്ലുവാൻ വേണ്ടി അല്ലെങ്കിൽ പകപോക്കുവാൻ വേണ്ടി നടക്കുന്നത്? ഇതൊക്കെ അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത്തരം രീതിയിലുള്ള അന്വേഷണം ഈ കേസിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇത്തരത്തിൽ രീതിയിൽ സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷം മൃതദേഹത്തിനെതിരെ കേസ് കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥയുടെ മകൾക്കെതിരെ കേസെടുക്കണം എന്ന ആവശ്യം ഇതിനകം സമൂഹത്തിൽ ഉയർന്നു കഴിഞ്ഞു. ഈ മകൾ ഇപ്പോൾ സംരക്ഷിതയായിരിക്കുന്നത് അവരൊരു സ്ത്രീ ആയതുകൊണ്ടും അത് പീഡനക്കേസ് എന്ന നിലയിലും ആയതുകൊണ്ടുമാണ്. സിദ്ധാർത്ഥ് മരിച്ചു കഴിഞ്ഞിട്ടും ഈ ഇരകൾക്കൊക്കെ, ഇത്തരത്തിലുള്ള ആളുകൾക്ക് നിയമത്തിന്റെ പരിരക്ഷ കിട്ടുവാൻ ഇത്തരം നിയമങ്ങൾ തന്നെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് ഇവിടെ നമുക്ക് പ്രത്യേകം ഓർമ്മിക്കേണ്ടിയും പറയേണ്ടി വരും. നിയമത്തെ തന്നെ ചൂഷണം ചെയ്യുകയാണ്. നിയമത്തിന്റെ പഴുതുകളിലൂടെ ചിലർ മറപറ്റി ഒളിച്ചിരുന്ന് മിടുക്കികളും മിടുക്കന്മാരും ആവുകയാണ്. ഈ കൊലയ്ക്ക് ശേഷം സിദ്ധിയുടെ ജഡത്തിനെതിരെയാണ് ഒരു പെൺകുട്ടി പരാതി കൊടുത്തത്. ജഡത്തിനെതിരെ ഒരു പെണ്ണ് കേസ് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് കൊടുത്ത കോളേജ് അധികാരികൾ മിടുമിടുക്കന്മാർ. ഒരു കാര്യം വ്യക്തമാണ്, ഈ സിദ്ധുവിന്റെ അമ്മാവൻ പറയുകയാണ്, വയനാട് ഒരു ഭീകരമായിട്ടുള്ള ഒരു കേന്ദ്രമാണ്. വയനാട്ടിൽ നിന്ന് സിദ്ധുവിന്റെ മൃതദേഹം കൊണ്ടുപോയി ആ മലയിറങ്ങി സമീപ ജില്ലയിൽ വന്നതിന് ശേഷമാണ് ഞങ്ങളോട് പലരും ഫോണിൽ സംസാരിക്കുവാൻ തുടങ്ങിയത്. അവിടെ ചെന്നപ്പോൾ ദുരൂഹതയായിരുന്നു. ഒരു നമ്പർ തന്നിട്ട് ഒരാൾ ഓടിപ്പോയി ഈ നമ്പറിൽ വിളിക്കുവാൻ, കാട്ടിലേക്ക് ഓടി മറയുകയായിരുന്നു. അത്രമാത്രം ഭീകരമാണ് വയനാട്. ഈ ഭീകരാവസ്ഥ ഈ കേരള സമൂഹത്തിൽ സൃഷ്ടിച്ച ഈ പോലീസിനും സംസ്ഥാന ഭരണകൂടത്തിനും ഈ ഇത്തരം സംഭവങ്ങളിൽ എന്തൊക്കെയാണ് പ്രതികരിക്കുവാനുള്ളത്? ഒരു കാര്യം കൂടെ പറയാം. ഈ സംഭവത്തിന്റെ സമൂലമായിട്ടുള്ള കേരള പോലീസിനെ പോലും പ്രതിസ്ഥാനത്ത്, കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പോലും ആരോപണങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് കേന്ദ്ര ഏജൻസികൾ ഇത് അന്വേഷിക്കണം. കുന്നിൻ പുറത്ത് കൊണ്ടുപോയത് ആരാണ്? കുന്നിൻ പുറത്തേക്ക് വലിച്ചഴിച്ച് മൃതപ്രായനായ ഈ കുട്ടിയെ കൊണ്ടുപോയി അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി എന്ന് പറഞ്ഞാൽ നിഷേധിക്കുവാൻ ആർക്ക് സാധിക്കും? അല്ല എന്ന് പറയുവാൻ കേരള പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പക്കലോ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.